FRP ഡോറുകളിൽ ഇപ്പോൾ മാർക്കറ്റിലുള്ള ഏറ്റവും നല്ല ഡോറുകളിൽ ഒന്നാണ് നവരംഗ് FRP ഡോറുകൾ. ഈ നവരംഗ് ഡോറുകളിൽ ഉപയോഗിക്കുന്ന ഡോറുകളുടെ കളറുകളെക്കുറിച്ചും ഉപയോഗിക്കുന്ന ലോക്കിനെ കുറിച്ചും അതിൻ്റെ ഓരോരോ മോഡലുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലോട്ടുള്ള നവരംഗ് ഡോറ് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമുക്ക് നേരെ ഡോറുകളുടെ സ്പെസിഫിക്കേഷനിലോട്ട് പോകാവുന്നതാണ്. നവരംഗിന്റെ മോഡൽ ഫ്ലോറൻസ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് ലെതർ ഫിനിഷ് ആയിട്ടാണ് വരുന്നത്. ഇത് ടീക്ക് പ്ലസ് റോസ്വുഡിന്റെ ഒരു ലെതർ ഫിനിഷിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് മിലാനോ എസ് എന്ന കാറ്റഗറി വരുന്നതാണ്. ടെക്സ്ചർ ഫിനിഷ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. ടെക്സ്ചർ ഫിനിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കാൻ നേരത്ത് ചെറിയൊരു പരുവരുപ്പ് ഫീൽ ചെയ്യും. അതാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഈ സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഈ ടെക്സ്ചർ ഫിനിഷ് ഇല്ലാതെ സ്റ്റാൻഡേർഡ് ഫിനിഷിലും സ്റ്റെയിൻ ഫിനിഷിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നവരംഗിന്റെ ഓറ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലെതർ ഫിനിഷും സ്റ്റാൻഡേർഡ് ഫിനിഷും കൂടെ മിക്സ് ആയി വരുന്ന ഒരു കാറ്റഗറിയാണ്. ഇത് നവരംഗിന്റെ ഡിഫൻഡർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. റോസ്വുഡ് കളറിലാണ്. അത് ടെക്സ്ചർ ഫിനിഷിലാണ് ഇതും ചെയ്തേക്കുന്നത്. ടെക്സ്ചറിന്റെ ഒരു ചെറിയ ലൈൻസ് ആയിട്ട് ഇതിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പരുവരുപ്പ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നു. ഇത് നവരംഗിന്റെ ബിഹേവ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് ടെക്സ്ചർ ഫിനിഷിലാണ് തന്നെ. ടീക്കൂട്ട് കളറിൽ ടെക്സ്ചർ ഫിനിഷ് കൊടുത്ത് ഒരു ലാച്ച് ലോക്ക് ഒക്കെ സെറ്റ് ചെയ്ത മോഡലാണ്. ഇതിന്റെ ബാക്ക് സൈഡ് തന്നെ പ്ലെയിൻ ഫിനിഷിലായിരിക്കും. ഇതുപോലെ ഡിസൈൻ ഒന്നും ബാക്കി കിട്ടിയില്ല. നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് മാറ്റ് ഫിനിഷ് ആയിട്ട് ഇതുപോലെ ഗ്രെയിൻസ് മാത്രം കിട്ടുന്നതാണ്. എന്നാൽ ഇതുപോലെയുള്ള ഡിസൈൻസ് ബാക്ക് സൈഡ് കിട്ടുന്നതല്ല. ഇത് നവരംഗിന്റെ റോയൽ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ടീക്കൂട്ട് സ്റ്റാൻഡേർഡ് ഫിനിഷിലാണ് ഇത് യൂസ് ചെയ്തേക്കണം. ഇതിന്റെ ബാക്ക് സൈഡിലും നമുക്ക് ഈ മോഡൽ കിട്ടുന്നതാണ്. കഴിവതും ബാത്റൂമിലൊക്കെ കൊടുക്കാൻ നേരത്ത് നമുക്ക് ഡിസൈൻ ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് ഫിനിഷിങ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് നവരംഗിന്റെ പെട്ര എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ ഇത് കാണുന്നത് ഒരു റോസ്വുഡ് ഫിനിഷിലുള്ള സ്റ്റാൻഡേർഡ് ഫിനിഷിലുള്ള ഡോറാണ്. ബെഡ്റൂം ഡോറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല മോഡലുകളാണ് ഈ പെട്ര, നേരത്തെ ഞാൻ പറഞ്ഞ റോയൽ എന്ന് പറയുന്ന പാറ്റേൺ. ഇത് നവരംഗിന്റെ ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് ഡബിൾ കളറിലാണ് വരുന്നത്. ഡബിൾ കളറിൽ സ്റ്റീൽ ബീഡിംഗ് ഒക്കെ കൊടുത്ത് ചെയ്യുന്ന ഒരു മോഡലാണ്. തേക്ക് വുഡ് കളറിലും അതുപോലെ റോസ്വുഡ് കളർ മിക്സ് ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഗ്ലാസ് ഫിനിഷ് ആണ് ഈ കാണുന്ന ഒരു പോർഷൻ. ഗ്ലാസിന്റെ ഒരു പോർഷൻ ആണ് ഈ കാണുന്നത്. ഇത് നവരംഗിന്റെ മൈക്രോ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഡാർക്ക് വുഡ് കളറിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ഫിനിഷിലാണ്. ഇത് നമുക്ക് എല്ലാ കളറിലും അവൈലബിൾ ആണ്. ഈ കാണുന്ന ഡോറുകളെല്ലാം എല്ലാ കളറിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് നവരംഗിന്റെ കോഡക്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് ടെക്സ്ചർ ഫിനിഷിലായിരിക്കും വരുന്നത്. ഇത് നമ്മൾ കൈ ഓടിച്ചു കഴിയാൻ നേരത്ത് ചെറിയൊരു പരുവരുപ്പ് ഇതിനകത്ത് ഫീൽ ചെയ്യും. ഇതിപ്പോ ടെക്സ്ചർ ഫിനിഷ് ടീക്ക് വുഡും അതുപോലെ തന്നെ ഒരു ഡാർക്ക് വുഡ് മിക്സിംഗ് ആണ്. ഇത് നമുക്ക് സെയിം കളർ ഇവിടെ നമുക്ക് ടീക്ക് വുഡ് വേണമെങ്കിൽ ആ സെയിം കളർ ഇവിടെ കിട്ടുന്നതാണ്. ഇത് പല കളറിലും അവൈലബിൾ ആണ്. റോസ് വുഡ്, ഡാർക്ക് വുഡ് എല്ലാ കളറിലും അവൈലബിൾ ആണ്. ഇത് നവരംഗിന്റെ മിലാന എസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് ഡബിൾ കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഓഫ് വൈറ്റ് ഫിനിഷ് അതുപോലെ തന്നെ പിൻകോഡ എന്ന് പറയുന്ന ഒരു കളറാണ് ഇത് സൈഡ് കൊടുത്തേക്കണം. ഇത് ഒറ്റ കളറിലും ചെയ്യാൻ ടീക്ക് വുഡ്, ഡാർക്ക് വുഡ്, റോസ് വുഡ് അങ്ങനെ ഒറ്റ കളറിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നവരംഗിന്റെ മാർവൽ എന്ന് പറയുന്ന ഒരു മോഡലാണ്. അത് സ്റ്റെയിൻ ഫിനിഷ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. വുഡിന്റെ കാതൽ പോലെ വരച്ചെടുത്ത ഒരു ഡോറാണിത്. ഇത് സ്റ്റാൻഡേർഡ് ഫിനിഷിൽ അവൈലബിൾ ആണ്. നോർമൽ ഡോറുകളെക്കാൾ ഇതുപോലെ സ്റ്റീൽ ബീഡിങ് വരുന്നതിന് ഒരു 1000 രൂപ കൂടുതലായിരിക്കും. നോർമൽ ഡോറുകളാണെങ്കിൽ ഇതിനകത്ത് ഒരു ബ്ലാക്ക് ലൈൻ ആയിരിക്കും വരുന്നത്. ഈ ഡോറിന് അതിന് പകരമായിട്ട് ഒരു സ്റ്റീൽ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് നവരംഗിന്റെ റൂബി എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിപ്പോ സ്റ്റെയിൻ ഫിനിഷ് ആണ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫിനിഷിൽ ചെയ്യാവുന്നതാണ്. ഇതിപ്പോ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുള്ള മോഡലാണ്. ഇത് നമുക്ക് ഗ്ലാസ് ഇല്ലാതെ ചെയ്യാവുന്നതാണ്. ഇത് പ്ലെയിൻ ഡോറുകളായിട്ടും റൂം ഡോറുകളായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്ലാസ് ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് കോസ്മോ എന്ന് പറയുന്ന നവരംഗിന്റെ ഒരു മോഡലാണ്. ഇത് നമുക്ക് ഡാർക്ക് കോഫി ഫിനിഷിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ്. ഇത് ഗ്ലാസ് കൊടുക്കാതെ നമുക്ക് പ്ലെയിൻ ഡോറുകളിൽ ചെയ്യാവുന്നതാണ്. അതിന് ലോക്ക് യൂസ് ചെയ്തേക്കുന്നത് ഇപ്പൊ സിലിണ്ടറിക്കൽ ലോക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ലോക്ക് നമുക്ക് മാറ്റിയിട്ട് ലാച്ച് ലോക്ക്, ഹാൻഡിൽ ലോക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇത് നവരംഗിന്റെ ആര്യ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഗ്ലാസ് ഡോറിലാണ് ചെയ്തേക്കുന്നത്. ഡാർക്ക് വുഡിന്റെ സ്റ്റെയിൻ ഫിനിഷ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. നമുക്കിത് സ്റ്റാൻഡേർഡ് ഫിനിഷിലും അതുപോലെ പല കളറിലും ടീക്ക് വുഡ്, റോസ് വുഡ് ഫിനിഷിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നവരംഗിന്റെ കോറൽ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇപ്പൊ ഗ്ലാസ് ഡോർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഗ്ലാസ് ഇല്ലാതെ ചെയ്യാവുന്നതാണ്. ഇത് റോസ് വുഡ് കളറിൽ സ്റ്റെയിൻ ഫിനിഷ് ആയിട്ടാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. ഇത് സ്റ്റെയിൻ ഫിനിഷ് ഇല്ലാതെ സ്റ്റാൻഡേർഡ് ഫിനിഷിലൊക്കെ ചെയ്യാവുന്നതാണ്. സ്റ്റെയിൻ ഫിനിഷിന് നോർമൽ ഡോറുകളെക്കാൾ എപ്പോഴും ഒരു 500 രൂപ കൂടുതലായിരിക്കും. സ്റ്റാൻഡേർഡ് ഫിനിഷിനേക്കാൾ എപ്പോഴും 500 രൂപ കൂടുതലായിരിക്കും സ്റ്റെയിൻ ഫിനിഷ് ഡോറുകൾക്ക് വരുന്നത്. ഇത് ആൽപൈൻ എന്ന് പറയുന്ന നവരംഗിന്റെ ഒരു മോഡലാണ്. ഇത് നമുക്ക് നോർമൽ സ്റ്റാൻഡേർഡ് ഫിനിഷിലാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് സ്റ്റെയിൻ ഫിനിഷിലും ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഗ്ലാസ് ഇല്ലാതെ
പ്ലെയിൻ ഡോറായിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നവരംഗിന്റെ ലെക്സിയ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഡോറാണിത്. ഇത് ടെക്സ്ചർ ഫിനിഷിലാണ്. ഇതിന്റെ ഈ ഡാർക്ക് വുഡ് ഷെയ്ഡ് വരുന്ന എല്ലാം ടെക്സ്ചർ ഫിനിഷാണ്. ഇവിടെ വരുന്ന ഒരു സ്റ്റെയിൻ ഫിനിഷ് ആയിട്ടോ സ്റ്റാൻഡേർഡ് ഫിനിഷ് ആയിട്ടോ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതുകൂടാതെ നവരംഗ് ഡോറുകളുടെ ഒട്ടനവധി ഡിസൈനുള്ള കാറ്റലോഗിൻ്റെ ഒരു വ്യൂ ആണിത്. ഏകദേശം 70 പേജുകളിലായി ഒട്ടനവധി ഡിസൈനുകൾ ഈ ഒരു PDF കാറ്റലോഗിലുണ്ട്. ഈ PDF കാറ്റലോഗിൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ കയറി ഇതിൻ്റെ എല്ലാ ഡിസൈനുകളും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്